അമ്മയുടെ 17-അംഗ എക്സിക്യൂട്ടീവിലെ പെൺപടയിൽപ്പെട്ട നീന കുറുപ്പിനെതിരെ ശക്തമായ ഭാഷയിലാണ് നടി ലക്ഷ്മിപ്രിയ പൊട്ടിത്തെറിച്ചത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. എന്താണ് അവളുടെ ഉദ്ദേശം ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. നീന കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവൂ. നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എന്നെ തടക്കരുത്, കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാണ് ഞാൻ. നിങ്ങളടുത്ത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. അലവലാദികളാണ്, നീ അത് കാര്യാക്കണ്ട. നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? വിഷമാണ് നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്താണ് നിങ്ങളെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടാണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീന കുറുപ്പെ, നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും. മനസ്സിലായി? നിങ്ങൾ കരയും. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. ആദ്യം നിന്റെ ഷോ നിർത്തും. ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിനക്ക് സഭ്യതയോട് സംസാരിച്ചൂടെ കുട്ടാ? എനിക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേട്ടോ സ്ത്രീയെ? കലക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. എല്ലാരും നല്ല തന്നെ പറയുന്നത്. ഈ സ്ത്രീക്ക് ആരാ ഇത്രയൊക്കെ ചെയ്യും? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇയാൾ ആരാന്ന വിചാരം? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടാൻ താനാരെ? ജോർജ് ബുഷോ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. പച്ചയ്ക്ക് മൊത്തമൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി. നിങ്ങൾ എല്ലാരോടും ഇങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഒക്കെ വേണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നോക്കിക്കോടി, നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. ഇവിടെ സ്റ്റോപ്പില്ല. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു. നീനാക്കുറിപ്പെ, ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്തി ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിട്ട് നിങ്ങളാരും ഒരു വാക്കുപോലും പറഞ്ഞില്ല അല്ലേ? ഞാനെന്ത് പറയാനാ, കലികാല. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലുണ്ടല്ലോ കാണുന്നവരുണ്ടാവും. എന്റെ ആത്മാവെങ്കിലും കാണും. അത് അന്നങ്ങനെ മൂക്ക് കൂടെ കയറ്റി തൊള്ളേ കൂടെ വരുന്ന സൈസാണോ? നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നീ ഒരാളായിട്ട് ചുമ്മാ